ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്ടക്കപ്പ എങ്ങനെ കുഴച്ച് വേവിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. പച്ചക്കപ്പ എങ്ങനെ നമുക്ക് വേവിച്ച് എടുക്കാം, അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് വാട്ടക്കപ്പയും നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. വാട്ടക്കപ്പ കപ്പയുടെ സീസണിൽ അതിൻ്റെ തൊലിയെല്ലാം മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റി വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്നതാണ് വാട്ടക്കപ്പ. ഇത് ജലാംശമെല്ലാം നന്നായി കളഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം കേടുകൂടാതെ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ടൊക്കെ പോകാം. വാട്ടക്കപ്പ ഇതേപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. ഇതെനിക്ക് നാട്ടിൽ നിന്ന് അമ്മ തന്നു വിട്ടിട്ടുള്ളതാണ്. എല്ലാ വർഷവും അമ്മ വാട്ടക്കപ്പയും ഉണക്കക്കപ്പയും ഒക്കെ ഇതേപോലെ എടുക്കാറുണ്ട്. ഇത് നമ്മൾ ഓവർനൈറ്റാണ് കുതിർത്ത് വയ്ക്കുന്നത്. ഒരു 5-6 മണിക്കൂർ നേരം കൊണ്ട് ഇത് നന്നായി കുതിർന്ന് വരും. 3-4 വട്ടം നന്നായി വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ പശയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം നമുക്ക് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാൻ. അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ തന്നെ വേണം നമുക്ക് കുതിർത്ത് വെക്കാൻ. കാരണം ഇത് വെള്ളത്തിൽ വന്ന് കുതിർന്ന് വരുമ്പോൾ നന്നായി വീർത്ത് പൊങ്ങി വരും. അങ്ങനെ ഒരു 6-7 മണിക്കൂറിന് ശേഷം കപ്പ എല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഉലച്ച് വാഷ് ചെയ്യണം. ഇനിയും 2-3 വട്ടം കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പോകാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അരപ്പ് വേണം. അപ്പോൾ അതിന് ഞാൻ 3/4 മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്, 4 അല്ലി വെളുത്തുള്ളി, 2 അല്ലി ചെറിയ ഉള്ളി, കുറച്ച് കരിയാപ്പില, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കുറച്ച് കാന്താരി മുളക് കൂടെ എടുക്കുന്നുണ്ട്. കാന്താരി മുളക് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പച്ച കാന്താരി എപ്പോഴും കിട്ടാത്തത് കൊണ്ട് ഞാൻ ഉണക്കി കൊണ്ടുവന്നിട്ടുള്ളതാണിത്. ഉണങ്ങിയ മുളക് നമുക്കിതുപോലെ 3-4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ കാന്താരി മുളക് കൂടി ഞാൻ ഇതിൻ്റെ ഞെടുപ്പെല്ലാം കളഞ്ഞിട്ട് അരപ്പിനുള്ള തേങ്ങയുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അരപ്പിനുള്ള കൂട്ടെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ആദ്യ ട്രിപ്പ് ഞാൻ കരിയാപ്പില ഇടുന്നില്ല, അത് ലാസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഞാൻ ഈ കൂട്ട് തയ്യാറാക്കുന്ന നേരം കൊണ്ട് തന്നെ കപ്പ വേവിക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് ഇതുണ്ടാക്കുന്നത്. കാരണം ഇതിന് വേവ് കുറച്ച് ഉള്ളത് കൊണ്ട് ഒരു 4 വിസിലോളം എനിക്കിത് വേണ്ടി വന്നു കപ്പയൊന്ന് വെന്ത് കിട്ടാൻ. അങ്ങനെ കപ്പ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് പ്രഷർ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കാം. നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കുന്നത്. കുക്കറിൻ്റെ വിസിലൊക്കെ ഡൗൺ ആകുന്നതിന് വേണ്ടി ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടി മീൻകറി മറ്റൊരടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുടംപുളി ഇട്ട മീൻകറിയാണ്. അതുപോലെ തന്നെ കുറച്ച് മീൻ ഞാൻ വറക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. മീൻ വറക്കുന്നതിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മീനൊക്കെ ഇട്ട് അത് ഫ്രൈ ആക്കിയത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി മീൻകറിയും മീൻ വറുത്ത ഒന്നും ഇല്ലെങ്കിലും കുറച്ച് കാന്താരി മുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതും ഈ കപ്പയുടെ കൂടെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അങ്ങനെ മീനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഈ കപ്പ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അത് ഒന്നുകൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം.
വെള്ളമെല്ലാം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കപ്പയിൽ ഇപ്പം അധികം വെള്ളമേ ഇല്ല. ഇനി നമുക്ക് ഇത് അടുപ്പിലൊരു ലോ ഫ്ലെയിമിലൊന്ന് വെക്കണം. ഇതേപോലെ ആയിട്ടുണ്ട് കപ്പ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതുവരെ ഞാൻ ഉപ്പ് ഇതിനകത്ത് ചേർത്തിട്ടില്ല. നമുക്ക് ഇനിയാണ് ഉപ്പ് ചേർക്കേണ്ടത്. അരപ്പിൻ്റെ കൂടെ ഉപ്പ് ചേർത്താലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ കപ്പയുടെ കൂടെയാണ് ഉപ്പ് ചേർക്കുന്നത്. ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ഒരു പൊട്ടറ്റോ മാഷ് ഇട്ടിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ മത്ത്, ചെറിയ തടിയുടെ തവിയ്, ഇതേത് കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം. മുക്കാൽ ഭാഗത്തോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിയുമ്പം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. അരപ്പൂടി ഇട്ട് കൊടുത്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അത് കഴുകിയിട്ടുള്ള കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം കുറച്ചൊന്ന് കപ്പയിലോട്ടുണ്ടാകും. നമുക്ക് കുഴച്ചെടുക്കുന്നതിനും കുറച്ച് എളുപ്പമായിരിക്കും. ഈ സമയത്ത് കുറച്ച് കരിയാപ്പില വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ കൂടെ ഞാൻ കരിയാപ്പില ഇട്ടത് കൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ലാസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള വാട്ടക്കപ്പ കുഴച്ച് വേവിച്ച് റെഡി ആയിട്ടുണ്ട്. പച്ചക്കപ്പ എങ്ങനെ വേവിക്കുന്ന അതേപോലെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. കുതിർന്ന് കിട്ടണമെന്നുള്ള ഒരൊറ്റ ഇതേ ഉള്ളൂ. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ വാട്ടക്കപ്പ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്നുണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. പച്ചക്കപ്പ വേവിക്കുന്ന റെസിപ്പിയും എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. ബൈ ബൈ.